കാര്യമുണ്ട്. കോയമ്പത്തൂർ വെച്ചിട്ട് അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അമിത്ഷാ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റ് പോലും കുറയില്ല. ശരിയാണ്, സൗത്ത് ഇന്ത്യയിൽ ഒരു സീറ്റ് പോലും കുറയില്ല. പ്രശ്നം എന്താ? സൗത്ത് ഇന്ത്യയിൽ കൂടുകയും ചെയ്യും. ഇപ്പം കണക്ക് പ്രകാരമാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൊജക്ഷൻ വെച്ചിട്ടാണെങ്കിൽ 848 അംഗങ്ങൾ വേണം ലോക്സഭയിൽ. ആ 848 അംഗങ്ങളിൽ 192 അംഗങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും. 129 അംഗങ്ങളെ നിലവിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ 60 സീറ്റ് സൗത്ത് ഇന്ത്യക്ക് കൂടാൻ പോവുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? വടക്കേ ഇന്ത്യയിൽ എത്രയാണ് കൂടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ റേഷ്യോ ആണ് പ്രശ്നം. ഇവിടെയാണ് ഈ പറയുന്ന തർക്കം നിൽക്കുന്നത്. ഇപ്പോൾ 192 സീറ്റുകൾ ഈ തെക്കേ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ 192 സീറ്റുകൾ വരുമ്പം ഉത്തർപ്രദേശിൽ സീറ്റ് കൂടി എത്ര വരികയെന്നറിയോ? 144 സീറ്റ്. ഒരു സംസ്ഥാനത്ത് 144 സീറ്റാണ് ഉത്തർപ്രദേശിൽ വരിക. കേവലം 50 സീറ്റിന് വ്യത്യാസമുള്ള ഈ 5 സംസ്ഥാനവും കൂടി. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഏകപക്ഷീയമായി തീരുമാനം 3-4 സംസ്ഥാനങ്ങൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ 3-4 സംസ്ഥാനങ്ങളിൽ ആധിപത്യം സൗത്ത് ഇന്ത്യയും തമ്മിൽ എത്ര സീറ്റിന്റെ വ്യത്യാസമുള്ളത്? 60 സീറ്റിന്റെ വ്യത്യാസമുണ്ട്. 20 സീറ്റും 60 സീറ്റ്. പക്ഷേ 240 സീറ്റും 272 സീറ്റും തമ്മിലുള്ള ദൂരം എത്രയാ? 32 സീറ്റാ. ആ 32 സീറ്റ് എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും വന്നിരിക്കുന്നത്. 32 സീറ്റ് വളരെ നിർണായകമായി. അങ്ങനെ നിർണായകമാകും. മാത്രമല്ല, UP 36 സീറ്റ് ആയിട്ട് പിന്നെ BJP കുറഞ്ഞല്ലോ. എന്താ സംഭവിച്ചത്? BJP ന്യൂനപക്ഷമായി. ആ ഒറ്റ സംസ്ഥാനത്ത് നിന്ന് ന്യൂനപക്ഷമായി. അങ്ങനെ ആക്കാൻ പറ്റും. അതാണ് ഫെഡറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കാന്നറിയാവോ? 4 സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു 229 സീറ്റുകളായി. ഇപ്പോൾ 229 സീറ്റുകൾ 4 സംസ്ഥാനങ്ങളിൽ. ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് തന്നെ എടുത്തു. ആ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ 229 സീറ്റുകൾ ഈ പറയുന്ന റീഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിലുണ്ടല്ലോ, വേണ്ട സീറ്റ് കൂട്ടണ്ട, നിങ്ങൾ റീഡിസ്ട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ എത്ര ആകുമെന്നറിയാവോ? 259 സീറ്റാവും. പിന്നെ മെജോറിറ്റിക്ക് എത്ര സീറ്റ് വേണം? 13 സീറ്റ് അല്ലേ? 259, 3, 262, 10, 13 സീറ്റ്. ഗുജറാത്തിൽ നിന്ന് പിടിച്ചാൽ മതി. ഗുജറാത്തിൽ നിന്ന് പിടിച്ചാൽ മതി, ഒരു സർക്കാർ ഉണ്ടാകും. ഇനി ഞാൻ വേറൊരു കണക്ക് പറയാം. സൗത്ത് ഇന്ത്യയിലുള്ള 4 സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാട്, തെലുങ്കാന, 5 സംസ്ഥാനങ്ങൾ. ഈ 5 സംസ്ഥാനങ്ങളും ഒരു സംസ്ഥാനം കിഴക്കേ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നോ ഒരു സംസ്ഥാനം കൂടി കൂടെ നിന്നാൽ നമുക്കൊരു നിയമനിർമ്മാണത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫെഡറലിസം. ഒരു നിയമനിർമ്മാണത്തെ അനുവദിക്കാതിരിക്കാൻ പറ്റും. അത്ര ശക്തി ഉണ്ടാവും. ഇതുകൊണ്ടാണ് പറയുന്നത്, ഏകപക്ഷീയമായി പോകുന്ന ഒരു അധികാര സമ്പ്രദായത്തെ അനുവദിക്കാൻ പാടില്ല. അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. താങ്കളുടെ ചോദ്യം വളരെ ശരിയാണ്. ഇപ്പോൾ 80 സീറ്റുണ്ട്, 4 ഇരട്ടി സീറ്റാണ്. 20-ൽ നിന്ന് 4 ഇരട്ടി സീറ്റാണ് ഉത്തർപ്രദേശിനുള്ളത്. പക്ഷേ ആ ഉത്തർപ്രദേശിൽ സീറ്റ് വിഭജിച്ച് വരുമ്പോൾ ഇപ്പോൾ എത്രയുണ്ട് BJPക്ക് അധികാരത്തിലിരിക്കുന്ന? അതിൻ്റെ ഓപ്പോസിഷനിൽ എത്രയുണ്ട്? ഈ രീതിയിലുള്ള മാറ്റങ്ങൾ, ഈ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന് പറയും, ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ജനാധിപത്യത്തിൽ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം.